ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയ മാജിക്കിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ആച്ചി കരൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നത് വരെയാണ്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞ് കരൺ പറയാണ്, ഓ സോറി ആച്ചി, എൻ്റെ റൂം കുറച്ച് മെസ്സി ആയിട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ആച്ചിയാണെങ്കിൽ മനസ്സിൽ പറയാണ്, നീ ഇതിനെയാണോ മെസ്സി എന്ന് പറയുന്നതെന്ന്. അങ്ങനെ കരണാണെങ്കിൽ ആച്ചിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട്, ഓ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് അവൻ്റെ വീടെന്ന്. അങ്ങനെ സംസാരിച്ച് കാല് നീക്കുന്ന സമയം അവനാണെങ്കിൽ ഒരു ബുക്കിൽ ചവിട്ടുന്നു. അങ്ങനെ ആച്ചി ആ ബുക്ക് എടുക്കാനായിട്ട് പോകുന്നത് കണ്ടുകൊണ്ട് വരുന്ന കരണാണെങ്കിൽ അവനത് എടുക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് ആ ബുക്ക് ചെന്ന് എടുക്കുകയാണ്. ഈ സമയം കരൻ്റെ കൈ തട്ടി ആച്ചിക്ക് കരൺ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയുന്നു. അവൻ പറയാണ്, ഞാൻ സീക്രട്ടായിട്ടാണ് ഒരു മാങ്ക വായിക്കുന്നത്, അത് ആച്ചി അറിയണ്ടെന്ന്. അപ്പം ആച്ചി ചോദിക്കുന്നുണ്ട്, കരൺ നീ ഈ ബുക്ക് വായിക്കുന്നുണ്ടോ? ഈ സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇവൻ ഇഷ്ടമാണെന്ന് കേട്ട കരണിനാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. കാരണം തനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തൻ്റെ ക്രഷിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അതിനുശേഷം രണ്ടുപേരും കൂടെ ആ കഥയെ പറ്റിയാണ് കുറച്ച് സമയം ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആച്ചി മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, എന്ത് സ്ട്രേഞ്ച് ആണ്, കരണിനെ പോലൊരു പെർഫെക്റ്റ് ആയ ആൾക്ക് എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നത്. ഇവനിങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരൺ പറയുന്നു, ആച്ചി സമയം ഒരുപാട് വൈകി, നീ ആദ്യം പോയി കുളിക്കെന്ന് പറഞ്ഞ് അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. അപ്പം കരൻ്റെ കൈ തട്ടുമ്പോഴത്തേക്കും അവൻ പറയാണ്, അങ്ങനെ ഫൈനലി ആ ഡേ വന്നിരിക്കുന്നു. ഞാൻ ആച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയ പൈജാമ ഇന്ന് എനിക്ക് അവനിട്ട് കാണാൻ കഴിയുമെന്ന്. ഇതൊക്കെ കേട്ട ആച്ചി അത് വാങ്ങിയിട്ട് ഇടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷെ അവന് വർക്ക് ഔട്ട്ഫിറ്റ് ഇട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അവനത് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഇവനെ ആ ഡ്രസ്സിൽ കണ്ട കാരൻ പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ടുണ്ട് ആച്ചി എന്ന്. അങ്ങനെ ആച്ചി അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ കരൺ അവൻ്റെ കയ്യിലൊക്കെ ഒരു ഐ മാസ്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ കർട്ടൻസിനൊന്നും ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ നിനക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങാനായിട്ട് ഇത് വെച്ചോ എന്ന്. അങ്ങനെ ആച്ചി അത് വാങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും കരൺ പറയുന്നതൊക്കെ അവന് കേൾക്കാൻ പറ്റുന്നു. അവൻ പറയാണ്, അയ്യോ നിനക്കിത് നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇതിലെ എംബ്രോയ്ഡറി വർക്ക് നിന്റെ കഴുത്തിലെ മറുകിനെ റെപ്രസെൻറ്റ് ചെയ്തതാണെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് എന്നെ ആ പോക്കറ്റിലേക്ക് നോക്കിയിട്ട് സത്യമായിട്ടും ഒന്ന് ചോദിക്കുന്നു. അപ്പം കരൺ ചോദിക്കുന്നുണ്ട് എന്തായെന്ന്. അപ്പം ആച്ചി പറയുന്നു, ഒന്നുമില്ല, നീ പോയി കുളിച്ചിട്ട് വാ, സമയം ഒരുപാടായില്ലേ എന്ന്. അങ്ങനെ അത് കേട്ട കരണാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവേന്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട്, ഇതെന്തോന്നാ, ഞാൻ കരുതിയത് എൻ്റെ മൈൻഡ് റീഡിങ് പവർ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. പക്ഷെ ഞാൻ അവൻ്റെ മൈൻഡ് റീഡ് ചെയ്യും തോറും ഞാൻ കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ്. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ആച്ചിയാണെങ്കിൽ ഉറങ്ങുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ കരൺ കുളിച്ചിട്ട് വന്ന് ആച്ചി കിടക്കുന്ന സോഫയിൽ കൈ വെക്കുമ്പോൾ ആച്ചിയുടെ പുറത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ കരൺ പറയാണ്, ഓ ആച്ചി ഉറങ്ങുമ്പോഴും എന്ത് ക്യൂട്ടാണെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ആച്ചിയാണെങ്കിൽ മനസ്സിൽ ചോദിക്കുന്നത്, ഡേ നീ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ കരൺ പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, ആച്ചി അത് അറിഞ്ഞാൽ അവൻ എന്നെ വെറുക്കുമെന്ന്. അപ്പോൾ ആച്ചി മനസ്സിൽ ചോദിക്കുന്നുണ്ട്, ഡേ നീ എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് തിങ്ക് ചെയ്യുന്നത്, എന്തായാലും അത് ബാഡ് ആയിട്ടുള്ള എന്തോ അല്ലേ എന്ന്. അപ്പോൾ കരൺ പറയുന്നു, ഒരു പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ആച്ചി ചോദിക്കുന്നുണ്ട്, ഡേ നീ എന്നെ കിസ് ചെയ്യാൻ പോവുകയല്ലേ, സീരിയസ് ആയിട്ടും നീ എന്നെ കിസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ നീ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഇവൻ ടെൻഷനായിട്ട് കിടക്കുന്ന സമയത്ത് കരണാണെങ്കിൽ പെട്ടെന്ന് ആച്ചിയുടെ ചെവിയുടെ അടുത്തേക്ക് വന്നിട്ട് ഗുഡ് നൈറ്റ് ആച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഐ മാസ്കും കണ്ണിൽ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവൻ പോയതിന് ശേഷം എണീറ്റിട്ട് ആച്ചി പറയുന്നുണ്ട്, ഓ എന്തൊരു സമാധാനം, അവൻ ഗുഡ് നൈറ്റ് മാത്രമേ പറഞ്ഞോളൂ, പക്ഷേ എന്താ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ പോക്കറ്റിൽ തന്നെ നോക്കിയിട്ട് കിടക്കുകയാണ്. അവിടെ കരണും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ആച്ചി എണീക്കുന്നതിന് മുമ്പേ തന്നെ കരൺ എണീറ്റ് അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുന്ന സമയം കരണാണെങ്കിൽ ആച്ചി തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ആച്ചി പറയുന്നുണ്ട്, ഫുഡ് നന്നായിട്ടുണ്ടെന്ന്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആച്ചിയുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ഫുഡ് കരൺ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കരൺ ഇത്രയും കെയർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആച്ചി മൈൻഡ് വോയിസിൽ പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരാൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു നല്ല ഫീലിംഗ് ആണ്. കരൺ എന്നോട് ഫീലിങ്സ് ഉള്ളത് അത്ര ബാഡ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കരണിനെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഓഫീസിലെത്തുമ്പോൾ കരണാണെങ്കിൽ അവന് മാറ്റിയിടാനായിട്ട് ഒരു ടൈ കൊടുക്കുകയാണ്. എന്നിട്ട് അവനത് ഇടാനായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം ആച്ചിക്കാണെങ്കിൽ കരൺ മനസ്സിൽ പറയുന്നതൊക്കെ കേൾക്കാൻ കഴിയുന്നു. അവൻ പറയാണ്, ഇത് ആരെങ്കിലും ശ്രദ്ധിക്കുകയോ എന്തോ, എന്തായാലും കപ്പിൾ ഔട്ട്ഫിറ്റ് അല്ലെങ്കിലും ഒരുപോലത്തെ ടൈ എങ്കിലും ഇടാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ്
സന്തോഷിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഡൂജു വരുന്നു. ഇവരെ കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സെയിം ടൈ ആണല്ലോ ഇട്ടിരിക്കുന്നത്, എന്താ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ ഞങ്ങൾ അറിയാതെന്ന്. അത് കേട്ട ആച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലെന്ന്. എന്നിട്ട് അവനോട് കണ്ണ് കാണിക്കുന്നുണ്ട്, പറയടാ എന്ന്. അപ്പം കരണും പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പം അവർ പറയുന്നു, ശരി, ഞാൻ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞതാ, അല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ നിങ്ങളെന്താ ഒരുപാടങ്ങ് പാനിക്കാകുന്നതെന്ന്. ഡൂജ് ഇങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് റോക്ക് വരുന്നുണ്ട്. റോക്കിനെ കണ്ട ഡൂജാണെങ്കിൽ, നീ ഇങ്ങ് വന്നേ, ഇവർ ഒരേപോലുള്ള ടൈ കെട്ടിയിരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ലവേഴ്സിനെ പോലെ തോന്നുന്നില്ലേ എന്ന്. ലവേഴ്സ് എന്ന് കേട്ട റോക്കാണെങ്കിൽ അയ്യോ ലവേഴ്സ് എന്ന് പറഞ്ഞ് വട്ടുപിടിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഇതൊക്കെ കണ്ട ഡൂജ് പറയണേ, എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ ജോലിയല്ലാതെ വേറെ എന്തൊക്കെയോ നടക്കുകയാണെന്നാണെന്ന്. അടുത്ത സീനിൽ ആച്ചിയാണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് ആച്ചിയെ കൊണ്ട് ഇന്നലെ ജോലി ചെയ്യിപ്പിച്ചതിൻ്റെ പേരിൽ പൈ റോക്കിനെ വഴക്ക് പറയുന്നത് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് അർജൻറ്റായ കാര്യമായിരുന്നു രാത്രി അവനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകാനും മാത്രം? നീ എന്നോട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എനിക്ക് മിസ്റ്റർ തനാഗിനോട് ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ, നിനക്കറിയാമല്ലോ അത് നിന്റെ പ്രൊഫഷനെ തന്നെ അഫക്റ്റ് ചെയ്യുമെന്ന്. ഇവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ആച്ചി പറയുന്നു, പൈ റോക്കിന് നീ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ്റെ വർക്ക് എൻ്റെ അടുത്തേക്ക് അവൻ വലിച്ചെറിഞ്ഞിട്ട് പോയതൊന്നും അല്ല. ഇന്നലെ എനിക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പം ഞാനാണ് അവനോട് പറഞ്ഞത് അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് പൈ പറയുന്നുണ്ട്, ആച്ചി നീ വെറുതെ ഇരി, ചുമ്മാ നീ അവൻ്റെ ബ്ലെയിം നിൻ്റെ തലയിൽ കൊണ്ടിടണ്ടെന്ന്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന റോക്ക് പറയുന്നുണ്ട്, ശരിയാ ആച്ചി, ഇതെൻ്റെ ഫോൾട്ട് തന്നെയാണെന്ന്. അപ്പം ആച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് റോക്കിൻ്റെ മുഖം കണ്ടിട്ട് അവൻ എന്തൊക്കെയോ വിഷമമുണ്ടെന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷമിച്ചാണെങ്കിൽ റോക്ക് പോകുന്നുണ്ട്. പിന്നെ റോക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ആച്ചി വന്നിട്ട് അവനൊരു ജ്യൂസ് കൊടുക്കുകയാണ്. റോക്ക് അത് വാങ്ങിയിട്ട് അവനോട് പറയുന്നു, താങ്ക്സ് ആച്ചി, ഇന്നലെ എൻ്റെ വർക്ക് കവർ ചെയ്തതിന്, അതുപോലെ ഇന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചതിനും എന്ന്. അപ്പം അതൊക്കെ കേട്ടിട്ട് ആച്ചി പറയുന്നു, നീ അധികം വറീഡാകണ്ട, നിന്നെ എന്തോ ബോദർ ചെയ്യുന്നുണ്ടല്ലേ, എനിക്ക് അധികമൊന്നും അറിയത്തില്ല, പക്ഷെ നിൻ്റെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് നീ ഓക്കെ അല്ലെന്ന്. ഒരു പക്ഷേ എന്തെങ്കിലും നിൻ്റെ മൈൻഡിലുണ്ടെങ്കിൽ അത് നിനക്ക് എന്നോട് പറയാം, വലിയ രീതിയിൽ അഡ്വൈസ് തരാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, പക്ഷേ അതറിഞ്ഞാൽ ആർക്ക് നിന്നെ അഡ്വൈസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നിന്നോട് പറയാൻ കഴിയുമെന്ന്. ഇതൊക്കെ കേട്ട റോക്കാണെങ്കിൽ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ആച്ചിയെ ഹഗ് ചെയ്യാണ്. കരഞ്ഞു കഴിഞ്ഞ് അവൻ എന്താണ് കാര്യമെന്ന് പറയുന്നുണ്ട്. അവൻ പറയണ്, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ പാർട്ണറിനെ മീറ്റ് ചെയ്തു. അത് കേട്ട ആച്ചിയാണെങ്കിൽ മനസ്സിൽ പറയണ്, അയ്യോ ലവിൻ്റെ കാര്യത്തിൽ എനിക്ക് സീറോ നോളജ് ആണെന്ന്. എന്നിട്ട് അവൻ പറയണ്, അവൾ വന്നത് എന്നെ ബ്രേക്കപ്പ് ചെയ്യാനാണ്. അവൾ പറയുന്നത് അവൾ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ കെയർ ചെയ്തതൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു, പിന്നെ അവളെന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്നും പറയണ്. ഇതൊക്കെ കേട്ട ആച്ചിയാണെങ്കിൽ അവനെ കരൺ കെയർ ചെയ്യുന്നതൊക്കെ ചിന്തിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷേ ഞാനും ഇനി വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണോ അവൻ കെയർ ചെയ്യുന്നതിനെ അങ്ങനെ ഒരു രീതിയിലെന്ന്. ഇവനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോക്ക് പറയണ്, അവൾ കരുതുന്നത് ഞാനൊരു സ്റ്റുപ്പിഡാണെന്നാണ്. ആച്ചി നീയും അങ്ങനെയാണോ കരുതുന്നതെന്ന്. അപ്പോൾ ഇവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവനോട് പറയുന്നത് അതെ എന്നാണ്. ഇത് കേട്ട റോക്ക് ചോദിക്കുന്നു, നീയും ഞാൻ സ്റ്റുപ്പിഡാണെന്നാണോ കരുതുന്നത് ആച്ചിയെന്ന്. അപ്പോഴാണ് ആച്ചിയാണെങ്കിൽ ഇവൻ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, റോക്ക് അങ്ങനെയല്ല, ഞാൻ മറ്റൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ റോക്ക് പറയുന്നു, അല്ല നീയും ഞാൻ സ്റ്റുപ്പിഡാണെന്നാണ് കരുതുന്നതെന്നും പറഞ്ഞ് അവനോട് തർക്കിക്കുകയാണ്. അവിടെ നിന്നും തിരിച്ചു വന്ന ആച്ചി പറയുകയാണ്, അയ്യോ ഞാൻ റോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ട് ഇപ്പം അത് എന്നെ തന്നെ വറീഡാക്കിയിരിക്കുകയാണെന്ന്. ഈ സമയം അവിടേക്ക് കരൺ വന്നിട്ട് ആച്ചിയോട് ചോദിക്കുന്നു, ആച്ചി നീ ഇപ്പം ബിസിയാണോ എന്ന്. അപ്പം ആച്ചി പറയുന്നു അല്ലെന്ന്. അത് കേട്ടിട്ട് കരൺ പറയുന്നു, അത് പിന്നെ ഞാനൊരു മൊസ്കിറ്റോ റെപ്പലൻ്റ് സ്പ്രേ നിനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, എനിക്ക് തോന്നി ശനിയാഴ്ച നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ നിനക്കിത് ആവശ്യം വരുമെന്ന്. അത് കേട്ടിട്ട് ആച്ചി പറയുന്നു, എനിക്ക് വേണ്ട, നിനക്ക് ആവശ്യം വരുമല്ലോ, അപ്പം നീ വെച്ചോ എന്ന്. അപ്പോൾ കരൺ പറയുന്നു, അങ്ങനെയൊന്നും അല്ല, ക്ലയൻറ്റ് എനിക്ക് എക്സ്ട്രാ ഒരെണ്ണം തന്നു, അതാ നിനക്ക് തരാമെന്ന് കരുതിയതെന്ന്. അത് കേട്ട ആച്ചിയാണെങ്കിൽ അങ്ങനെയല്ലേ എന്ന് കരുതിയിട്ട് അത് വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ കരൻ്റെ കൈ തട്ടിയിട്ട് അവൻ്റെ മനസ്സിൽ പറയുന്നതില്ല ആച്ചി കേട്ട് കഴിയുമ്പോൾ അത് വാങ്ങിക്കുന്നില്ല. കാരണം കരൺ അത് ആച്ചിക്ക് വേണ്ടി തന്നെ വാങ്ങിയതായിരുന്നു, അല്ലാതെ ക്ലയൻറ്റ് കൊടുത്തതൊന്നും അല്ലായിരുന്നു. ഈ സമയം അവിടേക്ക് മിസ്റ്റർ തനാഗ വന്നിട്ട് ആച്ചിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ്. മിസ്റ്റർ തനാഗ അവിടേക്ക് വന്നവനെ വിളിക്കുന്നത് ഇന്നലെ രാത്രി റോക്കിൻ്റെ വർക്ക് ചെയ്തതിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീയാണല്ലേ റോക്കിൻ്റെ വർക്ക് ഇന്നലെ ചെയ്ത് തീർത്തത്, എന്തായാലും അതിനൊരു റിവാർഡായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വൗച്ചർ തരാമെന്നും പറഞ്ഞ് ഒരു വൗച്ചർ കൊടുക്കുകയാണ്. അപ്പം ആച്ചി പറയുന്നുണ്ട്, ഞാനിത് ഒറ്റയ്ക്കല്ല ചെയ്തത്, എന്നെ കരണും ഹെൽപ്പ് ചെയ്തായിരുന്നു എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടെ കരൺ എന്തോ ആവശ്യത്തിനായിട്ട് വരികയാണ്. അപ്പോൾ കരണിനെ കണ്ടിട്ട് ബോസ് പറയുന്നു, എന്നോട് ആച്ചി പറഞ്ഞായിരുന്നു ഇന്നലെ റോക്കിൻ്റെ വർക്ക് കവർ ചെയ്യാനായിട്ട് നീ ആച്ചിയെ ഹെൽപ്പ് ചെയ്തായിരുന്നു എന്ന്. എന്തായാലും നീയും ആച്ചിയോടൊപ്പം മീൽ കഴിക്കാൻ
കഴിക്കാൻ പോകാനായിട്ട് പറയാണ്. അവിടെ നിന്നും തിരിച്ച് വന്ന ആച്ചി പറയുന്നുണ്ട്, ഓ എങ്ങനെയാ ഇത് ഇങ്ങനെ ആയത്, ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, പക്ഷെ അവസാനം ഞാനിപ്പോൾ ഈ പുതിയ പ്രോബ്ലത്തിൽ എത്തിയെന്ന് പറഞ്ഞ് തലയെ കൈവച്ചിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് കരൺ വന്നിട്ട് ആച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആച്ചി എപ്പോൾ മീൽ കഴിക്കാൻ പോകാമെന്ന് നീ തീരുമാനിച്ചോ എന്ന്. അപ്പോൾ ആച്ചി പറയുന്നു ഇല്ലെന്ന്. അപ്പോൾ കരൺ പറയുന്നു, ഏത് ദിവസമായാലും എനിക്ക് ഓക്കെയാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിന് അടുത്തൊരു ഡെസേർട്ട് ഷോപ്പ് ഉണ്ട്, നല്ല റിവ്യൂസ് ഒക്കെ ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ റിവ്യൂസ് നോക്കാനായിട്ട് ആച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഫോൺ വാങ്ങുമ്പോഴത്തേക്കും കരനാണെങ്കിൽ മനസ്സിൽ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ കരൺ പറയാണ്, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആച്ചിയോടൊപ്പം മീൽ ഡേറ്റിന് പോകാൻ പോകുന്നെന്ന്. എനിക്ക് പ്രതീക്ഷയുണ്ട് ഇത് ഞങ്ങളെ കൂടുതൽ ക്ലോസ് ആക്കുമെന്ന്. അവൻ പറയുന്നതൊക്കെ കേട്ട ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് എന്നെ കൈ മാറ്റിയിട്ട്, കരൺ നീ തന്നെ ഈ വൗച്ചർ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. കരണിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അടുത്ത സീനിൽ ചിന്തയാണ് കാണിക്കുന്നത്. അവൻ തന്നെയാണ് ഇന്നലെ കണ്ട ആ പൂച്ചേനെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അവനാണെങ്കിൽ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ അത് എഴുതാനേ പറ്റുന്നില്ല. അപ്പോൾ പൂച്ചയോട് ചോദിക്കുന്നുണ്ട്, നീ ആരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്നാൽ പപ്പയോട് പറ, പപ്പയെ നോവൽ എഴുതാൻ സഹായിക്കുന്നു. ഇവനിങ്ങനെ പൂച്ചയോട് സംസാരിക്കുന്ന സമയം കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇന്നലെ ഈ പൂച്ചയെ അന്വേഷിച്ച് വന്ന മിന്നെന്ന് പറയുന്ന ആ പയ്യനില്ലേ, മിന്നവിടേക്ക് വന്നിരിക്കുന്നത് ഒരു സാധനം ഡെലിവറി ചെയ്യാനായിട്ടാണ്. അപ്പം ജിന്തയാണെങ്കിൽ അത് വാങ്ങാനായിട്ട് നിന്നിട്ട് മൈൻഡ് വോയിസിൽ പറയാണ്, ഓ ഇപ്പോൾ ഒരുപാട് പിള്ളേരും ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ സാധനം കയ്യിൽ വാങ്ങുമ്പോഴാണ് ജിന്തയ്ക്ക് മനസ്സിലാകുന്നത് അത് തനിക്കുള്ളതല്ല, ഇത് വേറെ റൂമിലെ ആളിനുള്ളതാണ്, ഇവൻ നമ്പർ മാറി കൊണ്ടുവന്നതാണെന്ന്. അങ്ങനെ ഈ കാര്യം ജിന്ത അവനോട് പറയുമ്പോഴത്തേക്കും മിന്നാണെങ്കിൽ സോറി പറഞ്ഞിട്ട് ആ സാധനം തിരിച്ചു വാങ്ങിയിട്ട് അങ്ങനെ മിന്നു പോകാനായിട്ട് നടക്കുമ്പോൾ ജിന്ത പറയുന്നുണ്ട്, ഡേ പിന്നൊരു കാര്യം കൂടി, ഇനി ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് വരുമ്പോൾ ഹെൽമെറ്റ് റിമൂവ് ചെയ്തിട്ട് വരാൻ നോക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് സസ്പീഷ്യസ് ആയിട്ടേ തോന്നൂ. പിന്നെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ലെന്നും എനിക്കറിയാമെന്ന്. ഈ ജിന്തയുടെ സംസാരം കേട്ടിട്ടാണെങ്കിൽ മിന്നു പെട്ടെന്ന് ആ സാധനം ജിന്തയുടെ കയ്യിൽ കൊടുത്തിട്ട് ഹെൽമെറ്റ് റിമൂവ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല, പിന്നെ പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കഴിക്കാനോ ഈ ഹെൽമെറ്റ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കാനായിട്ടുള്ള സമയമൊന്നുമില്ല, പിന്നെ നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ സാധനം വാങ്ങിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ്. മിന്നു പോയി കഴിഞ്ഞ് ജിന്തയെ ആച്ചി കോൾ ചെയ്യുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ രണ്ടുപേരും അന്ന് പോയ കടയിൽ കഴിക്കാനായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജിന്തയാണെങ്കിൽ എന്തോ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എന്നെ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ആച്ചി പറയുന്നു, അത് പിന്നെ സെയിം പ്രശ്നം തന്നെയാണ് പറയാനുള്ളത്, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഒരാൾക്ക് എന്നോട് ക്രഷ് ഉണ്ടെന്ന്. ആക്ച്വലി എനിക്കത് നല്ലതായിട്ട് തന്നെയാണ് ഫീൽ ആകുന്നത്, പക്ഷേ എത്രത്തോളം ബെറ്റർ ആയിട്ടാണോ അവനെന്നെ ട്രീറ്റ് ചെയ്യുന്നത് അതിലേറെ എനിക്ക് ഗിൽട്ടി ആയിട്ട് ഫീൽ ആകുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ജോബ് ക്വിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണെന്ന്. അപ്പം ചിന്ത പറയുന്നു, അതൊരു നല്ല ഐഡിയ ആണ്. പിന്നെ ഒരു കാര്യം, നിനക്ക് ഇപ്പോഴും മൈൻഡ് റീഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു ഡോക്ടറിനെ പോയി കാണുന്നത് നല്ലതായിരിക്കുമെന്ന്. അപ്പം ഇത് കേട്ടിട്ട് ആച്ചി വീണ്ടും പറയുന്നുണ്ട്, ഡേ ഞാൻ കള്ളം പറഞ്ഞതൊന്നും അല്ല, ഒരാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ചിന്ത പറയുന്നു, ശരി നിന്നെ ഒരാൾക്ക് ഇഷ്ടമാണ്, പക്ഷെ നിനക്ക് അയാളെ തിരിച്ചിഷ്ടമാണോ എന്ന്. അത് കേട്ടിട്ട് ആച്ചി ചോദിക്കുന്നു, നിനക്ക് വട്ടാണോ, എന്നെ കൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാനൊന്നും കഴിയില്ല, എൻ്റെ ലൈഫിൽ ഇതുവരെയായിട്ടും ലവ് എന്ന് പറയുന്ന കാര്യം പോലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെന്ന്. അപ്പം ചിന്ത പറയുന്നു, എന്നാൽ പിന്നെ നീ നേരത്തെ പോലെ തന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ മതി, അവൻ ജസ്റ്റ് നിൻ്റെ കൊളീഗ് മാത്രം, പിന്നെ നിനക്ക് വീണ്ടും അതുപോലെ തന്നെ തോന്നുന്നെങ്കിൽ നീ എന്തായാലും ടൈം കിട്ടുമ്പോൾ ഒരു ഡോക്ടറിനെ പോയി കാണുന്നത് നല്ലതായിരിക്കുമെന്ന്. ഇവനിങ്ങനെ സംസാരിക്കുന്ന സമയം ജിന്ത ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കടക്കാരൻ. ഇവൻ ഓർഡർ ചെയ്തത് എന്തോ ഒരു വലിയ സാധനം എന്ന് പറഞ്ഞാണത്, പക്ഷെ അവന് കിട്ടിയിരിക്കുന്നത് ഇല കൊണ്ടുള്ളൊരു കറിയാണ്. അത് കണ്ട ആച്ചയാണെങ്കിൽ ജിന്തയെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ ആച്ചയാണെങ്കിൽ ജിന്തയോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു കവർ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പം ചിന്ത ചോദിക്കുന്നുണ്ട് അതിലെന്താ എന്ന്. അപ്പം ആച്ചി നീ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിനക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ജിന്ത അത് തുറന്നു നോക്കുമ്പോൾ അതിലൊരു പേനയായിരുന്നു, ജിന്തയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത്. അങ്ങനെ ജിന്ത അതിൽ ലെറ്ററൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ കരുതുന്നു നിനക്കിത് ഓർമ്മ കാണില്ലെന്ന്. അടുത്ത സീനിൽ ജിന്ത ഉറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം അവിടേക്ക് ആരോ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അങ്ങനെ അവൻ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്നത് മിന്നായിരുന്നു. അവനാണെങ്കിൽ കൊണ്ടുവന്ന സാധനം പെട്ടെന്ന് തന്നെ ജിന്തയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു സൈൻ വേണമെന്ന് പറഞ്ഞിട്ട് പേപ്പറും പെന്നും കൊടുക്കുകയാണ്. പെന്ന് വാങ്ങുന്ന സമയത്ത് മിന്നെന്തോ പറയുന്നത് പോലെ തോന്നുന്നു. മിന്നു പറയുന്നത് ഇങ്ങനെയാണ്, ഓ ഞാൻ വളരെ അൺലക്കിയാണ്, ഈ അങ്കിളിനെ എന്നെ വീണ്ടും ഡെലിവറി ചെയ്യേണ്ടി വന്നല്ലോ എന്ന്. ഇത് കേട്ടിട്ട് ചിന്ത ചോദിക്കുന്നുണ്ട്, ഡേ നീ എന്താ പറഞ്ഞതെന്ന്. അപ്പം അവൻ പറയുന്നു, ഞാനൊന്നും പറഞ്ഞില്ലെന്ന്. അങ്ങനെ അത് കേട്ട ചിന്തയെ ഒന്നുമില്ല എനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് ആ സൈൻ ഇട്ടിട്ട് പേന തിരിച്ചു കൊടുക്കുകയാണ്. പേന തിരിച്ചു കൊടുക്കുന്ന സമയത്ത് മിന്നെന്തോ സംസാരിക്കുന്നത് പോലെ തോന്നുന്നു. ഇതെന്താണെന്ന് അറിയാനായിട്ട് അവൻ പെട്ടെന്ന് തന്നെ മിന്നിൻ്റെ കയ്യിൽ കയറി വീണ്ടും പിടിക്കുന്നുണ്ട്. ഇത് കണ്ട അവനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്,
അയ്യോ ഇയാൾ എന്താ സൈക്കോ അങ്കിളാണോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ അവരെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടേണ്. അകത്ത് കയറിയ ജിന്തയ്ക്കാണെങ്കിൽ ഭ്രാന്തളകിയാണ്. അവനാണെങ്കിൽ ആച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. പെട്ടെന്ന് ഇത് സത്യമാണോ എന്നറിയാനായിട്ട് പൂച്ചയെ എടുത്തിട്ട് അത് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ പൂച്ചയാണെങ്കിൽ അവനെ ചീത്ത പറയുകയാണ്, ഡേ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോടേ എന്ന്. ഇതൊക്കെ കേൾക്കുന്ന ജിന്തയ്ക്കാണെങ്കിൽ വട്ടായിട്ട് അവനാണെങ്കിൽ അലറി വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജിന്തയ്ക്കും ആച്ചിക്ക് കിട്ടിയ അതേ മൈൻഡ് റീഡിങ് പവർ കിട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ബൈ ബൈ.